കോൺഗ്രസിന്റെ ലക്ഷ്യ എന്ന നേതൃയോഗം അത് വളരെ സജീവമായി കുറെ തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. UDF വിപുലീകരണം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. LDFന്റെയും NDAയുടെയും ഭാഗമായിരിക്കുന്ന പലരും തങ്ങൾക്കൊപ്പം ഉണ്ടാകും. അത്ഭുതകരമായ മാറ്റം മുന്നണി സമവാക്യങ്ങളിൽ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറയും. ഇന്നത്തെ UDF കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഇതൊരു വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. 2016-ലും 2021-ലും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന, അപ്പുറത്തായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന നൂറുകണക്കിന് ആളുകൾ ഈ UDFന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും, ഉറപ്പാണ്. CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രചാരകരായിരുന്ന ഇടതുപക്ഷ സഹയാത്രികർ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. വിസ്മയങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFലും BJPയുടെ NDAയുടെ ഭാഗമായി നിൽക്കുന്ന പലരും നമ്മളോടൊപ്പം ഉണ്ടാകും. 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന്. കോൺഗ്രസിൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന പ്രചരണം നടത്തുന്നത് CPM ആണ് എന്ന് വി ഡി സതീശൻ. കോൺഗ്രസിൽ ഒരുപാട് നല്ല നേതാക്കൾ ഉണ്ട് എന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ ആരും തർക്കിക്കില്ല, ആരും കലഹമുണ്ടാക്കില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, അത് ഞങ്ങളുടെ അഭിമാനമാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിൽ. നിങ്ങൾ പ്രചരണം നടത്തിക്കോ, പക്ഷെ ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രസ്. ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും. ഒരാൾ പോലും പിണങ്ങില്ല, ഒരാൾ പോലും വഴക്കിടില്ല, ഒരാൾ പോലും തർക്കിക്കില്ല. ഞങ്ങളൊരു ടീമായി, ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും, ഒരു സംശയവും. അമൽ കരമ്പറമ്പിൽ വിവരങ്ങളുമായി സുൽത്താൻ ബത്തേരിയിൽ നിന്നുണ്ട്. അമൽ, എങ്ങനെയാണ് ലക്ഷ്യം കാണാൻ ലക്ഷ്യയിലെടുത്ത തന്ത്രങ്ങൾ, നീക്കങ്ങൾ എന്തൊക്കെ? നടന്നോളെ മൂവി തെറ്റാം. മുന്നണി വിപുലീകരണത്തിനുള്ള നീക്കം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുക. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറ്റവും ഒടുവിൽ അവസാനിപ്പിച്ചത് 100-ലധികം സീറ്റ് നേടി തങ്ങൾ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വെറുതെയല്ല. മുന്നണി വിപുലീകരണം ഉണ്ടാകും. അപ്രതീക്ഷിതമായി ചില കക്ഷികൾ UDFിലേക്ക് വന്നെത്തും. വിസ്മയകരമായ ഒരു മുന്നണി വിപുലീകരണമാകും ഉണ്ടാകുക എന്നുള്ള വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. എന്തായാലും NDAയിൽ നിന്നും LDFിൽ നിന്നുമൊക്കെ ഘടകകക്ഷികൾ വരുമെന്ന് പറയുമ്പോൾ അതിനെ ആര് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. മാത്രമല്ല, സമീപകാലത്ത് കോൺഗ്രസിന്റെ ക്യാമ്പുകൾ നടക്കുമ്പോൾ പുറത്തേക്ക് വരാറുള്ള വാർത്തകൾ എന്ന് പറയുന്നത് ക്യാമ്പിലെ കലഹങ്ങൾ സംബന്ധിച്ചായിരിക്കും. അത് കഴിഞ്ഞ് കുറെ കാലമായുള്ളതാണ്. അപ്പോൾ അത് ആളുകൾ അതിനെ കാണുന്നത് കോൺഗ്രസിൽ ഇത് ഒക്കെ ഉണ്ടാകുന്നതാണ് എന്നുള്ള തരത്തിലാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തവണത്തെ ക്യാമ്പിൽ അസ്വാരസ്യങ്ങൾ കാര്യമായി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ജയിച്ചേ മതിയാകൂ എന്നുള്ള ബോധ്യമുണ്ട്. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അധികാരമില്ലാതെ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും ബോധ്യം എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്യാമ്പിലെ ചർച്ചകളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുന്നണി വിപുലീകരണം, സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊതുമാനദണ്ഡം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന തരൂരടക്കം ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ആ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ കാര്യമായ തർക്കങ്ങൾ ഉണ്ടാകില്ല, അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ യോഗത്തിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകളും വി ഡി സതീശന്റെ പ്രതികരണവും. അതായത് CPM ആണ് ഇത്തരത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അതിൽ പല ആളുകളുടെയും ചിത്രമടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടക്കുന്നു. പക്ഷേ അത്തരം പ്രചരണങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. തർക്കങ്ങൾ ഉണ്ടാകാതെ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളത് വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയാണ്. നമ്മളിൽ ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല, പാർട്ടിയുടെ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതാണ്. ഇപ്പോൾ ഇന്ന് വി ഡി സതീശൻ പറയുന്നു മുഖ്യമന്ത്രി എന്നത് അല്ലെങ്കിൽ ആ രീതിയിലൊരു നീക്കവും ഇതിലില്ല, എല്ലാവരും നല്ല നേതാക്കളുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമെന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു ഗ്രൂപ്പ് കളി ഉണ്ടാകരുത് എന്ന കർശന ബുദ്ധിയോടുകൂടി തന്നെയാണോ, അല്ലെങ്കിൽ തീരുമാനത്തോടു കൂടി തന്നെയാണോ എല്ലാ നേതാക്കളും മുന്നോട്ട് പോകുന്നത്? ദിവിഷെ, അതായത് ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ 157 നേതാക്കന്മാരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകൾക്കും മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെയാണ്. 1/2 ഡസനോളം വരുന്ന ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വന്തം ആളുകളെ കൊണ്ട് പേരുകളൊക്കെ സജീവമായി ചർച്ച ചെയ്യിപ്പിക്കുന്ന ആളുകളും ആഗ്രഹമുള്ള ആളുകളുമൊക്കെ ഉണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം KC വേണുഗോപാൽ അടക്കം കർശനമായ നിർദ്ദേശം ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നു. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം
നടത്തുമ്പോൾ അങ്ങനെ ആരും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ട എന്നുള്ളതാണ് ഈ മുല്ലപ്പള്ളിക്കടക്കം മറുപടിയായി കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചത്. ഇപ്പോഴെന്തായാലും ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകിയാണ് നേതാക്കൾ ഇവിടുന്ന് മടങ്ങുന്നത് എങ്കിലും ഇനിയും വിഷയങ്ങൾ, ഇനിയും നാളുകൾ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരൂരിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ ഇതൊരു സ്ഥായിയായ നിലപാടാണ് എന്ന് കരുതുമ്പോഴും ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ തരൂർ മറ്റൊരു നിലപാടെടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് കാണുന്നത്. അതിനാൽ ഇപ്പോഴെന്തായാലും തൽക്കാലത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഐക്യ സന്ദേശം നൽകിയാണ് ക്യാമ്പ് അവസാനിക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിന് ഇനിയും നാളുകളുണ്ട് എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ശരിയാണ്. അത് കോൺഗ്രസ് ആണ് അല്ലേ, എത്രയൊക്കെ ഐക്യ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാലും ഏത് ഘട്ടത്തിലും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ വരാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് കളികളുടെ ചില കാഴ്ചകൾ പുറത്തേക്ക് വരാം. അപ്പോൾ നിലവിൽ ലക്ഷ്യം എന്നത് ഒരു വലിയ 187 പേർ പങ്കെടുത്ത യോഗമാണ്. എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാം എന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ചർച്ച ചെയ്യാനുള്ള യോഗമായിരുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ വലിയ തോതിൽ സീറ്റുകൾ കിട്ടി ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തോടെയാണ് യോഗം പിരിയുന്നത്. അമൽ തേനമ്പറമ്പിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.